അതാണ് അബ്ദുൽ ഹമീദ് രണ്ടാം. അദ്ദേഹത്തെ ഗ്രീസിലേക്ക് നാട് കടത്തപ്പെടുകയും 1-ാം ലോക മഹായുദ്ധം 1914 തുർക്കിയുടെ വാർ മിനിസ്റ്ററായിരുന്ന എൻവർ പാഷ തുർക്കി ഖിലാഫത്തിന്റെ ഉള്ളിൽ നിന്നാണ് അറബ് റിവോൾട്ട് ഉണ്ടായത്. ഹിജാസ് അടക്കമുള്ള പ്രദേശം മുസ്ലിം ലോകത്തിന്റെ അറബ് ലോകത്തിന്റെ ദുഃഖമാണ് സത്യത്തിൽ ഫലസ്തീൻ. വിസ്മരിക്കാൻ കഴിയാത്തൊരു നാമമാണ് മക്ക ഭരിച്ചിരുന്ന ഷെരീഫായിരുന്ന പ്രഗൽഭ, അതായത് UN അനുവദിച്ചു കൊടുത്ത ചെറിയ ഒരു രാഷ്ട്രത്തിന് പകരം സ്വന്തം രാജ്യത്തിന്റെ 78% ഹിസ്റ്റോറിയനായ റാഷിദ് ഖാലിദി തന്റെ ചരിത്ര ഗ്രന്ഥമായ ദ 100 Years War on Palestine എന്ന പുസ്തകത്തിൽ ഈ യുഗ എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ അറബ് രാജ്യ നേതാക്കൾക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരുമിച്ച് കൂടിയതിനാണ് ചരിത്രത്തിലെ ഏറ്റവും അപഹാസ്യമായ അറബ് സമ്മേളനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിൽ ചാരൻ അദ്ദേഹത്തിന്റെ അറബ് വിപ്ലവങ്ങളുടെ മുല്ലപ്പൂ വസന്തം അടക്കമുള്ള വിപ്ലവങ്ങളുടെ അടിസ്ഥാന കാരണം എന്തെന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു മുസ്ലിം സംഘടനയായാലും മുസ്ലിം നേതാക്കളായാലും രാഷ്ട്രങ്ങളായാലും ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മെ ഈ പ്രഭാഷണം ദുഹാൻ സീരീസിന്റെ ഒരു ഭാഗമാണ്. മുസ്ലിം ലോകം അവസാനിക്കാത്ത ചിന്താക്കുഴപ്പങ്ങളും അനിശ്ചിതത്വങ്ങളും എന്നതാണ് ഈ പ്രഭാഷണത്തിന്റെ പ്രതിപാദ്യ വിഷയം. നമ്മൾ 2000 വർഷത്തിന് ശേഷം വീണ്ടും കാൽനൂറ്റാണ്ട് കഴിഞ്ഞു. ഇത് 2026. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണ് മുസ്ലിം ലോകത്തിന്റെ നിലവിലുള്ള സാഹചര്യം, എവിടുന്ന് ഈ സാഹചര്യങ്ങൾ വന്നു, എന്തെല്ലാം സംഭവിച്ചു, എന്തെല്ലാം പ്രതീക്ഷകൾ ഉണ്ടായി, എന്തെല്ലാം പ്രതീക്ഷകൾ മങ്ങി എന്നീ 2026 തുടക്കത്തിൽ നമ്മൾ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുകയാണ്. എൻ്റെ ചിന്ത നേരെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലേക്ക് പോകുന്നു. പ്രശ്നങ്ങളുടെ ഒരു തുടക്കം എന്നല്ലെങ്കിൽ തുടക്കത്തിന്റെ ഒരവസാനത്തിന്റെ തുടക്കം എന്ന് പറയാമെങ്കിൽ അത് 1908 എത്തും. 1908 ഒരു ഖലീഫ മുസ്ലിം ലോകത്തിനുണ്ടായിരുന്നു. അതാണ് അബ്ദുൽ ഹമീദ് രണ്ടാം. അദ്ദേഹത്തെ യുവതുർക്കി വിപ്ലവത്തിലൂടെ 1908 സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയും അദ്ദേഹത്തെ ഗ്രീസിലേക്ക് നാട് കടത്തപ്പെടുകയും ഉണ്ടായി. യുവതുർക്കികളാണ് അതിനെല്ലാം നേതൃത്വം വഹിച്ചത്. അവിടെ ഖിലാഫത്ത് യഥാർത്ഥത്തിൽ പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഗൽഭ സ്വഹാബിയും പ്രഥമ ഗണനീയനായ മഹാനായ സയ്യിദ്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ഖിലാഫത്ത് അതിനെന്തൊക്കെ പോരായ്മകൾ വന്നാലും അതിൻ്റെ എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിന് നേരിട്ടാലും അതിന്റെ തുടർച്ചയുടെ നൈരന്തര്യം അബ്ദുൽ ഹമീദ് രണ്ടാമനിൽ 1908 അദ്ദേഹത്തെ നാട് കടത്തുന്നതോടുകൂടെ ആ ഖിലാഫത്തിന്റെ തുടർച്ചയുടെ നൈരന്തര്യം അവസാനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഖിലാഫത്തിന്റെ കീഴിലുള്ള യുവ ഉദ്യോഗസ്ഥന്മാർ, യുവ ഓഫീസർമാർ, ഖിലാഫത്ത് തന്നെ പഠിപ്പിച്ചുയർത്തിയ യുവ നേതാക്കന്മാർ, അവരെല്ലാവരുമാണ് ഈ ഒരു അട്ടിമറിയുടെ പിന്നിൽ പ്രവർത്തിച്ചതും അബ്ദുൽ ഹമീദ് രണ്ടാമനെ 1908 പുറത്താക്കിയതും എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു പരമാർത്ഥവും യാഥാർത്ഥ്യവുമാണ്. അങ്ങനെ അബ്ദുൽ ഹമീദ് നിഷ്കാസിതനായി ഖിലാഫത്ത് അർത്ഥത്തിൽ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആരാണ് പിന്നിൽ പ്രവർത്തിച്ചത്? പറഞ്ഞതുപോലെ യുവതുർക്കികൾ എന്ന് പറയപ്പെടുന്ന തുർക്കിയിലെ ഉന്നതമായ യൂറോപ്യൻ വിദ്യാഭ്യാസം ലഭിച്ചവര്, ഓഫീസർമാര്, ചിന്തകന്മാര്, അവരെല്ലാവരും, പ്രഭാഷകന്മാര്, എഴുത്തുകാര്, അവരൊക്കെ അതിന്റെ പിന്നിൽ യുവതുർക്കികൾ എന്ന പേരിൽ പിൽക്കാലഘട്ടത്തിൽ അറിയപ്പെട്ടു. എന്താണ് അവരെ അതിനെ പ്രേരിപ്പിച്ച കാര്യം എന്ന് പഠിക്കുമ്പോൾ നമ്മൾ അവരെ പക്ഷത്ത് കൂടി ഉള്ള അവരുടെ തന്നെ ന്യായങ്ങൾ, എന്തിനധികം ഓട്ടോമൻ ഖിലാഫത്തിന്റെ ആ രാജഭരണകൂടത്തിൽ നിന്ന് പോലും ആ അട്ടിമറിക്ക് പിന്നിൽ യുവതുർക്കികൾക്ക് പിന്തുണയുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അവരെ അതിന് പ്രേരിപ്പിച്ച കാര്യങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ, എഴുത്തുകുത്തുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവരെ അതിന് പ്രേരിപ്പിച്ച കാര്യങ്ങൾ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരെ രാജ്യം അതിശക്തമായി മുന്നോട്ട് പോകണം എന്ന ഒരു താല്പര്യം, പ്രത്യേകിച്ച് ഖിലാഫത്ത് ഒരു തരം ഒരു മുടന്തനെ പോലെ ഇഴഞ്ഞു നീങ്ങുക മാത്രമാണ് ചെയ്യുന്നത് എന്ന അവരുടെ കണ്ടെത്തലും ധാരണയും, ഞങ്ങളുടെ രാജ്യം ആധുനികതയുടെ നടുവിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിക്കണം എന്നുള്ള അവരുടെ ചിന്ത. അവരിൽ പലരും യൂറോപ്യൻ വിദ്യാഭ്യാസം നേടിയവരായിരുന്നു. അവരുടെ പരിസരത്ത് യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പഠിച്ചവരും ആ യൂറോപ്യൻ ചിന്താഗതിയെ മനസ്സിലാക്കിയവരും ആ യൂറോപ്യൻ രാജ്യത്തിന്റെ രാജ്യങ്ങളുടെ പുരോഗതികളെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയവരും
ആയ ആളുകൾ സ്വന്തം രാജ്യത്തെയും ആ രാജ്യത്തെ നയിക്കുന്ന ഖിലാഫത്തിനെയും യൂറോപ്യൻ ഭരണകൂടങ്ങളെയും വെച്ച് അവര് വിചിന്തനം നടത്തിയപ്പോൾ യൂറോപ്യൻ മോഡലിലേക്ക് നീങ്ങിയാൽ മാത്രമേ ഞങ്ങളെ രാജ്യത്തിനും പുരോഗതിയും മുന്നോട്ട് ഗമിക്കാനുള്ള കരുത്തും നേടാൻ കഴിയൂ എന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് ഞങ്ങളെ രാജ്യത്തിനും യൂറോപ്യൻ മോഡലുള്ള പാർലമെന്റേറിയൻ ഭരണ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. കേരളം ഒരു ഖലീഫ ഭരിച്ചാൽ പോരാ, ഞങ്ങളെയും യൂറോപ്പിന് പുരോഗതി ഉണ്ടാകാനുള്ള കാരണം അവിടെ നൂറ്റാണ്ടുകളായി പാർലമെന്റേറിയൻ ഭരണ സംവിധാനങ്ങളാണ് നിലനിൽക്കുന്നത്, കേവലം രാജഭരണങ്ങളല്ല. ഏതെങ്കിലും രാജ്യത്ത് രാജഭരണങ്ങൾ ഉണ്ടായെങ്കിൽ പോലും രാജാക്കൾ പലപ്പോഴും റബ്ബർ സ്റ്റാമ്പുകൾ മാത്രമാണ്. അവരെ രാജ്യത്തെ പുരോഗതിയിൽ എത്തിക്കുന്നത് പാർലമെന്റേറിയൻ ഭരണ സംവിധാനങ്ങളാണ്. ഖിലാഫത്തിനെ പോലെയുള്ള ഒരു ഒറ്റയാൾ ഭരണത്തിന് അങ്ങനെ നേടാൻ കഴിയില്ല എന്ന് യുവതുർക്കികൾ മനസ്സിലാക്കി. അങ്ങനെ അവര് എന്ത് ചെയ്തു? ഞങ്ങളുടെ രാജ്യത്തെ ഈ ഖിലാഫത്തിന്റെ ഈ ഇഴഞ്ഞ് നീങ്ങുന്ന ഈ ഖിലാഫത്ത് രീതികൾ അവസാനിക്കണം. അതാണ് അടിസ്ഥാനപരമായി അവരെ അതിന് പ്രേരിപ്പിക്കുന്ന. അവരതിനെക്കുറിച്ച് വ്യക്തമാക്കിയത് ഞങ്ങൾക്ക് രാജ്യസ്നേഹം, ഞങ്ങളുടെ രാജ്യം മുന്നോട്ട് പോകണമെന്ന ചിന്ത, ഇതൊക്കെയാണ് ഞങ്ങൾ ഇതിന് പിന്നിൽ ഞങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന് പിൽക്കാലഘട്ടത്തിൽ അവർ വ്യക്തമാക്കിയ രചനകളും എഴുത്തുകുത്തുകളും ഒക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അവർ ആഗ്രഹിച്ചതും സംഭവിച്ചതുമെങ്കിൽ അവരുദ്ദേശിച്ചതൊന്നും അല്ല. പിന്നീട് നമുക്ക് തുർക്കിയുടെ ചരിത്രമാണെങ്കിലും തുർക്കി സാമ്രാജ്യത്തിന്, ഞാൻ ആ ഭാഗത്തേക്ക് വരാം, സാമ്രാജ്യത്തിന് സംഭവിച്ചതും ഈ തുർക്കി എന്ന രാജ്യത്തിന് സംഭവിച്ചതും ഒക്കെ നമ്മൾ എടുത്ത് കൃത്യമായി നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇനി അവരങ്ങനെയാണ് ആഗ്രഹിച്ചത് എങ്കിൽ പോലും അതല്ല പിന്നീട് നടന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വായിക്കുന്ന ആ വായനയിൽ ചേർത്ത് വായിക്കേണ്ട ഒരു ഗൗരവമായ കാര്യം ഒന്നാം ലോക മഹായുദ്ധമാണ്. ഒന്നാം ലോക മഹായുദ്ധം 1914 ആരംഭിക്കുമ്പോൾ തുർക്കി പിന്നീടുള്ള തുർക്കിയിൽ അബ്ദുൽ ഹാമിദിന് വേണ്ടി പകരം നിശ്ചയിച്ച യുവതുർക്കികൾ കൂടി അടങ്ങുന്ന ഭരണകൂടം, യുവതുർക്കികളുടെ പിന്തുണയോടെ നടക്കുന്ന ആ തുർക്കി ഭരണകൂടം ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ചരിത്രത്തിന്റെ ഒരു ദൗർഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം, എടുത്തു ചാടാൻ നിർബന്ധിതമായി. ഒരു നിലക്ക് നോക്കിയാൽ യൂറോപ്യൻ സഖ്യകക്ഷികളും ജർമ്മനിയും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് അടിസ്ഥാനപരമായി ഒന്നാം ലോക മഹായുദ്ധത്തിലും സംഭവിച്ചിട്ടുള്ളത്. തുർക്കി ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എടുത്തു ചാടാനുള്ള സാഹചര്യത്തെ അവരുടെ എഴുത്തുകുത്തുകളും അവരുടെ പക്ഷത്തേക്ക് ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോഴും നിർബന്ധമായ ഒരു സാഹചര്യം തുർക്കി ഖിലാഫത്തിന് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. എന്തുകൊണ്ട്? തുർക്കിയുടെ ഖിലാഫത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ബാൾക്കൻ പ്രദേശങ്ങള്, അതേപോലെ തന്നെ നോർത്ത് ആഫ്രിക്ക പ്രദേശം അടക്കമുള്ള പ്രദേശങ്ങളെല്ലാം ബ്രിട്ടനും റഷ്യയും ഫ്രാൻസും ചേർന്ന് കോളനികളാക്കുകയും അവിടെയുള്ള ജനങ്ങളെ ദുസ്സഹപ്പെടുത്തുകയും അതെല്ലാം യൂറോപ്യൻ സഖ്യകക്ഷികളുടെ കോളനിയായി തീരുകയും മനുഷ്യത്വരഹിതമായ കിരാതമായ വാഴ്ച അവിടെയെല്ലാം നടമാടുന്നത് തുർക്കിക്ക് നേരിട്ട് നോക്കി നിൽക്കുകയും ചെയ്യേണ്ട സാഹചര്യവും അനുദിനം ഈ യൂറോപ്യൻ സഖ്യകക്ഷികളുടെ അല്ലെങ്കിൽ ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ് ഇവയെല്ലാം കൂട്ടമായോ ഒറ്റയായോ നിന്ന് തുർക്കി ഖിലാഫത്തിന്റെ കീഴിലുള്ള രാജ്യങ്ങളെ ആക്രമിച്ച് അവരുടേതാക്കുകയും അവിടെയെല്ലാം കിരാതവാഴ്ചകൾ നടത്തുകയും ചെയ്യുന്നത്. പിന്നെ ഇന്ത്യയെ പോലെ, ഇന്തോനേഷ്യയെ പോലെ തുർക്കിയുമായി നല്ല രൂപത്തിൽ നല്ല പക്ഷത്തുണ്ടായിരുന്ന പല രാജ്യങ്ങളിലും, വിശേഷിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെല്ലാം യൂറോപ്യൻ കിരാതവാഴ്ച റഷ്യയുടെയും അതേപോലെ തന്നെ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ കിരാതവാഴ്ച നടക്കുന്നത് അനുദിനം കൃത്യമായി വളരെ ഭീകരമായ ചിത്രങ്ങൾ അനുദിനം തുർക്കി ഖിലാഫത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഈ സഖ്യകക്ഷികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ അതിശക്തമായ ഒരു ഭരണകൂടം ജർമ്മനി മുന്നോട്ട് വരുമ്പോൾ ആ ജർമ്മനിയുടെ പക്ഷത്ത് ചേർന്ന് നിന്ന് യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ഈ കോളനി വാഴ്ചകൾ അവസാനിപ്പിക്കാമെന്നും അവിടെയുള്ള കിരാതവാഴ്ചകളെ അവസാനിപ്പിക്കാമെന്നും ആ രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താമെന്നും അവിടെ എല്ലാം ധാർമ്മികവും അതേപോലെ തന്നെ ജനഹിതത്തോടെയുള്ള ഭരണം സ്ഥാപിക്കാമെന്നും ഒക്കെ തുർക്കി ഖിലാഫത്ത് മനസ്സിലാക്കി. ആ സഖ്യകക്ഷികളോടൊക്കെ ഏറ്റുമുട്ടാനുള്ള കരുത്ത് അന്നത്തെ സാഹചര്യത്തിൽ ജർമ്മനി കൊണ്ടുതാനം. ജർമ്മനി എക്കാലത്തും വളരെ ആക്റ്റീവായ സൊസൈറ്റിയാണ്, എക്കാലത്തെയും ജർമ്മനിയുടെ സൊസൈറ്റി. അപ്പൊ അവര് മറ്റുള്ള പ്രദേശങ്ങളെ പോലെയല്ല, അവർ വളരെ ശക്തമായ രാഷ്ട്രമാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളോടും
തുർക്കി ഖിലാഫത്തിനോടുമൊക്കെ വളരെ സോഫ്റ്റായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് എക്കാലത്തും ജർമ്മനി. ആ ജർമ്മനിയുടെ പക്ഷത്ത് ചേർന്ന് നിൽക്കുകയും സഖ്യകക്ഷികളെ പരാജയപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിലെ യൂറോപ്യൻ കോളനി വാഴ്ചകൾ അവസാനിപ്പിക്കാം. ഇന്ത്യയടക്കം, ഇന്തോനേഷ്യ അടക്കം, പിന്നെ വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള കോളനി വാഴ്ചകള്, അതേപോലെ എല്ലാം ബാൾക്കൻ പ്രദേശങ്ങളിലുള്ള കടന്നുകയറ്റങ്ങള്, ഇങ്ങനെയുള്ള ഫോക്കസ് ഏരിയയിലുള്ള കിരാതമായ വാഴ്ചകള്, ഇതെല്ലാം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് തുർക്കി കണക്കുകൂട്ടി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കിയുടെ വാർ മിനിസ്റ്ററായിരുന്ന എൻവർ പാഷയുടെ എഴുത്തുകുത്തുകള്, രേഖകള്, ഇതൊക്കെ എടുത്ത് നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പോൾ ബോധ്യപ്പെടുത്തിയത്. അപ്പൊ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാം ലോക മഹായുദ്ധത്തില് ജർമ്മനിയോടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു അനിവാര്യമാണ്. തുർക്കിക്ക് അത് അത്യാവശ്യമായിരുന്നില്ലെങ്കിൽ പോലും ഒരു അനിവാര്യതയാണ്. ഒരു ധാർമ്മികതയുടെ പുറത്താണ് ഞങ്ങളത് ചെയ്തതെന്നും കോളനി വാഴ്ചകൾ അവസാനിപ്പിക്കുകയായിരുന്നു പ്രധാനമായി ഞങ്ങളുടെ ലക്ഷ്യമെന്നും, ഞങ്ങളുടെ ലക്ഷ്യം പൂർണ്ണമായും ആത്മാർത്ഥമായിരുന്നെങ്കിൽ ലോക നന്മയ്ക്ക് വേണ്ടിയും മനുഷ്യ സമൂഹത്തിന്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയും യൂറോപ്യൻ കോളനിവൽക്കരണത്തിനെതിരെയും കിരാതവാഴ്ചകൾക്കെതിരെയും മാത്രമാണ് ഞങ്ങൾ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എടുത്തു ചാടേണ്ടി വന്നതെന്നുമാണ് വാർ മിനിസ്റ്റർ ആയിരുന്ന ഒന്നാം ലോക മഹായുദ്ധ കാലത്തെ തുർക്കിയുടെ വാർ മിനിസ്റ്റർ ആയിരുന്ന എൻവർ പാഷയെ പോലെയുള്ള ആളുകളുടെ രേഖകളിൽ നിന്ന് വളരെ കൃത്യമായും വ്യക്തമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ദുഹാനി കാലഘട്ടത്തിന്റെ ഒരു പൊതു രീതിയാണ്. ഇവിടെയൊക്കെ നമ്മൾ ദുഹാനെ മനസ്സിലാക്കേണ്ടതാണ്, ശരിക്കും മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞില്ലേ, വളരെ നേരത്തെ പറഞ്ഞത് വ്യക്തമായ ദുഹാൻ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ തന്നെ വ്യക്തമായ ദുഹാൻ, കണ്ണുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദുഹാൻ വന്നു ചേർന്നിട്ടുണ്ട്. ഇനിയൊരു ഫിസിക്കലായ ദുഹാൻ പിന്നീട് വരില്ല എന്നല്ല, അത് ലോകത്ത് വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ സ്പിരിച്വലായ ദുഹാന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അത് നേരത്തെ, അപ്പൊ ഒന്നിനും ഏത് തീരുമാനം ആണ് ശരി എന്ന് എത്ര നമ്മൾ ആത്മാർത്ഥമായി ചെയ്താലും മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഈ ദുഹാനി കാലഘട്ടം. എന്താ പിന്നീട് സംഭവിച്ചത്? സത്യത്തിൽ പിന്നീടുള്ള ചരിത്രകാരന്മാരും ചിന്തകന്മാരും മുഴുവനും തുർക്കിയെ കുറ്റപ്പെടുത്തി. തുർക്കിക്ക് അത് ആവശ്യമുണ്ടായിരുന്നില്ല. ജർമ്മനിയും സഖ്യകക്ഷികളും തമ്മിലുണ്ടായൊരു യുദ്ധത്തിൽ എടുത്ത് ഇടപെടേണ്ട ഒരു സാഹചര്യവും ഒരു ആവശ്യകതയും ഒരു അനിവാര്യതയും തുർക്കിക്കുണ്ടായിരുന്ന തുർക്കി വെറുതെ ഖിലാഫത്തിനെ നശിപ്പിച്ചു എന്ന പേരിൽ തുർക്കിയെ കുറ്റപ്പെടുത്തപ്പെട്ടു. അപ്പൊ നമ്മുടെ ആധുനികതയുടെ ചരിത്രം നമ്മൾ മുസ്ലിം പക്ഷത്തുനിന്ന് വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും തുർക്കിയെ കുറ്റപ്പെടുത്തലാണ്. കാരണം തുർക്കി ആവശ്യമില്ലാത്തൊരു കാര്യം എടുത്തു, ആവശ്യമില്ലാത്ത അധ്വാനം എടുത്തു. 50 ലക്ഷത്തോളം ആളുകളാണ് തുർക്കിക്ക് നഷ്ടപ്പെട്ടത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മാത്രം 50 ലക്ഷത്തോളം ജനങ്ങൾ തുർക്കിക്ക് നഷ്ടപ്പെട്ടു പോയി, കൊല ചെയ്യപ്പെട്ടു. വലിയ ദുരന്തം തുർക്കിക്കുണ്ടായി. അപ്പൊ ഇത്രയേറെ ആളുകളെയൊക്കെ കൂട്ടക്കൊല ചെയ്യപ്പെടേണ്ടി വന്ന, ഇത്രയേറെ നഷ്ടങ്ങൾ ഉണ്ടായി, ചരിത്രത്തിനെ തന്നെ ഗതി മാറ്റി. അങ്ങനത്തെ ഒരു കാര്യത്തിൽ തുർക്കിക്ക് ഇടപെടേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല എന്ന് പിൽക്കാലഘട്ടത്തിലെ ചരിത്രകാരന്മാരും ചിന്തകന്മാരും മുഴുവനും തുർക്കിയെ കുറ്റപ്പെടുത്തുകയാണ്. തുർക്കി ആത്മാർത്ഥമായി വിചാരിച്ചത് തന്നെ ആയിരിക്കാം, പക്ഷെ വിപരീത ഫലമാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചത്. അതോടുകൂടെ മറ്റുള്ള യൂറോപ്യൻ കോളനി വാഴ്ചകൾ പൂർണ്ണമായി അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് അതിനുവേണ്ടി രംഗത്തിറങ്ങിയ തുർക്കി തന്നെ പിന്നീട് കോളനിയായി. തുർക്കി സാമ്രാജ്യം, തുർക്കി ഖിലാഫത്തിന്റെ, ഒട്ടോമൻ ഖിലാഫത്തിന്റെ കീഴിലുള്ള മുഴുവനും രാജ്യങ്ങളെ ഫ്രാൻസും റഷ്യയും ബ്രിട്ടനും ചേർന്ന് വെട്ടി മുറിച്ച് കഷ്ണങ്ങളാക്കി കോളനികളാക്കി. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ തുർക്കിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ പിന്നെ തുർക്കിക്ക് തന്നെ നഷ്ടപ്പെട്ടു, തുർക്കി തന്നെ അന്യാധീനപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയോട് കൂടെ ചേർന്ന് യൂറോപ്യൻ കോളനി വാഴ്ചകൾക്കെതിരെ അതിശക്തമായ പൊരുതലും ചെറുത്തുനിൽപ്പും തുർക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സാഹചര്യത്തിൽ തുർക്കിക്കേറ്റ ഏറ്റവും വലിയ അടിയാണ് സത്യത്തിൽ അറബ് റിവോൾട്ട്, അറബ് വിപ്ലവം. ആരാണ് ആ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്? ആരാണ് അതിൽ പങ്കാളികളായത്? മുസ്ലിം സമുദായം, മുസ്ലിങ്ങൾ, അറബികൾ, മുസ്ലിങ്ങൾ. ഒരേ സമയത്ത് യൂറോപ്യൻ സഖ്യകക്ഷികൾക്കെതിരെ പൊരുതുന്ന തുർക്കി ഖിലാഫത്തിന്റെ ഉള്ളിൽ നിന്നാണ് അറബ് റിവോൾട്ട് ഉണ്ടായത്. ഹിജാസ് അടക്കമുള്ള പ്രദേശങ്ങൾ, അറബ് രാജ്യങ്ങൾ, ഇന്ന് അറബ് രാജ്യങ്ങളായി ഗണിക്കപ്പെടുന്ന പ്രദേശങ്ങൾ, സിറിയ, ഇറാഖ്,
ജോർദാന്, ഇവിടെ എല്ലാം ഈ പ്രദേശങ്ങളിലെല്ലാമാണ് അറബ് വിപ്ലവം ഒരേ സമയത്ത് നിന്ന് കത്തിയത്. എന്താ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഒരു നിലക്ക് നോക്കിയാൽ ഒരു ബ്രിട്ടന്റെ ചതി. ഈ സമയത്ത് അറബികളോട് വിപ്ലവത്തിനിറങ്ങാൻ ബ്രിട്ടൻ കൽപ്പിച്ചു. ഈ അറബ് വിപ്ലവം വിജയിച്ചാൽ തുർക്കിയെ ഏതായാലും നാമാവശേഷമാക്കും, നിങ്ങൾക്ക് ഓരോ പ്രദേശങ്ങൾക്കും സ്വയം ഭരണം തരാമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടത്തിൽ ഭരിക്കാനുള്ള നിങ്ങളുടേതായ ഒരു കാലഘട്ടം വരുമെന്നും നിങ്ങൾ പുറത്തുന്ന ഒരു ഇടപെടലിലും നിങ്ങൾ വിധേയരാവുകയില്ല, നിങ്ങളെ രാജ്യത്തിന് വേണ്ടി നിങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളിലൂടെ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും ഈ പ്രദേശത്തെ ജനനേതാക്കളെയും ഒരു വേള ജനങ്ങളെയും ബ്രിട്ടൻ പറഞ്ഞു പറ്റിച്ചു. അപ്പോൾ നമ്മൾ അറബ് പക്ഷത്തിൽ നിന്ന് അറബ് റിവോൾട്ടിനെ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഞങ്ങളെ രാജ്യത്തിന് ഒരു സ്വയമായ അധികാരത്തിന് വേണ്ടിയും ഞങ്ങളെ സ്വയമായ നേട്ടത്തിന് വേണ്ടിയും ഞങ്ങൾ പുറത്തുനിന്ന് തുർക്കിയല്ല ഞങ്ങളെ ഭരിക്കേണ്ടത്, ഞങ്ങൾ തന്നെ ഞങ്ങളെ ഭരിക്കുക, ഞങ്ങൾക്ക് ഹിതകരമായ ഞങ്ങളുടെ ജനങ്ങൾക്കും ഞങ്ങളുടെ ഭാഷക്കും ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ഞങ്ങളുടെ തനതായ സംസ്കാരത്തിനും ഉയർച്ചയും വളർച്ചയും ഉണ്ടാകുന്ന ഞങ്ങളുടേതായ സർക്കാരുകൾ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ പുറത്തുനിന്നുള്ള ഒരു ഇടപെടലും ഇല്ലാതെ ആരെയും ഭയക്കാതെ സമാധാനത്തോടുകൂടെ സജ്ജരായി സന്തോഷത്തോടെ ഞങ്ങൾക്ക് വാഴുക എന്ന ഒരു താല്പര്യമായിരുന്നു അറബ് റിവോൾട്ടിന്റെ പിന്നിൽ ബ്രിട്ടന്റെ ചതിയിൽപ്പെട്ടുപോയ എല്ലാ രാജ്യങ്ങളും സത്യത്തിലൊരു സുമോഹനമായ ഒരു ചിന്താഗതിക്ക് വിധേയരായത്. അറബ് റിവോൾട്ട് വിജയിച്ചു. അതായത് അറബ് റിവോൾട്ട് സ്വാഭാവികമായി വിജയിച്ചല്ലോ. എന്തുകൊണ്ട്? പുറത്തെ ശത്രുക്കളോട് പൊരുതുന്ന അതേ സമയത്ത് തന്നെ അകത്തെ ശത്രുക്കളോടുകൂടി പൊരുതാൻ തുർക്കിക്ക് കഴിഞ്ഞില്ല. തുർക്കി വീണുപോയി. അകത്തും പുറത്തും ഒരേ സമയം ശത്രുക്കൾ, ഒന്നും ചെയ്യാൻ തുർക്കിക്ക് കഴിഞ്ഞില്ല. ഒരു സർവസജ്ജമായിരുന്ന ഒരു സാമ്രാജ്യം അങ്ങനെ എന്നേക്കുമായി ഇല്ലാതെയായി. തുർക്കി ഖിലാഫത്ത് ചരിത്രത്തിൽ കഥാവശേഷമായി പിന്നെ ആ ഖിലാഫത്ത് ഇല്ല. പൂർണ്ണമായി തുർക്കി ഖിലാഫത്ത് നഷ്ടപ്പെട്ടു. അറബ് റിവോൾട്ടിന് ശേഷം അറബ് രാജ്യങ്ങൾക്ക് തുർക്കി ഖിലാഫത്തിനെ ഭയക്കേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായില്ല. അപ്പോൾ ബ്രിട്ടൻ ഉദ്ദേശിച്ചത് തന്നെ സംഭവിച്ചു. ഇതാണ് ഈ ഒന്നാം ലോക മഹായുദ്ധവും. ആ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ ചതിയിൽപ്പെട്ട അറബ് രാജ്യങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ പലസ്തീന്റെ യഥാർത്ഥ കാരണക്കാർ. നിലവിൽ നമ്മൾ പലസ്തീൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു വേദനയാണ്. ഏകദേശം ഒരു 3/4 നൂറ്റാണ്ട്, ഒരു നൂറ്റാണ്ടിനോട് അടുക്കാൻ പോവാണ്. ആ ഒരു വലിയ കാലഘട്ടത്തിൽ മുസ്ലിം ലോകത്തിന്റെ അറബ് ലോകത്തിന്റെ ദുഃഖമാണ് സത്യത്തിൽ പലസ്തീൻ. ഈ പലസ്തീൻ സൃഷ്ടിപ്പിന്റെ ആധാരം എന്താണ്? തുർക്കി ഖിലാഫത്തിന്റെ വീഴ്ച. എപ്പോഴാണ് തുർക്കി ഖിലാഫത്ത് വീണത്? അറബ് റിവോൾട്ട് വിജയിച്ചു. അറബികൾ ബ്രിട്ടന്റെ താല്പര്യങ്ങൾക്ക് വിധേയരായി. 1948 മെയ് 14 പ്രഖ്യാപിക്കപ്പെട്ട ഇസ്രായേൽ എന്ന രാഷ്ട്രം എന്നത് അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് രണ്ടാം ലോക മഹായുദ്ധം അതിന്റെ പ്രഖ്യാപനത്തിന് കളമൊരുക്കിയെങ്കിലും അടിസ്ഥാനപരമായി അതുണ്ടാകുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടി തന്നെയാണ്. അറബ് റിവോൾട്ട് വിജയിക്കുകയും തുർക്കി പരാജയപ്പെടുകയും ചെയ്തപ്പോൾ പൂർണ്ണമായി ആ പ്രദേശങ്ങളെല്ലാം സഖ്യകക്ഷികളുടെ ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ് അടക്കമുള്ള സഖ്യകക്ഷികളുടെ കൈവശം വരികയും ചെയ്തപ്പോൾ ആ പ്രദേശങ്ങളെയെല്ലാം നാമമാത്രമായ അധികാരം നൽകിയിട്ട് പിന്നിൽ നിന്ന് ഈ സഖ്യകക്ഷികൾ ഭരിക്കുകയും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ പ്രദേശങ്ങളെല്ലാം കഷ്ണമായ രാജ്യങ്ങളാക്കി ആ പ്രദേശത്തെ ചില ഭരണാധികാരികൾക്ക് ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും വിട്ടുകൊടുക്കുകയും ചെയ്തു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്ക ഭരിച്ചിരുന്ന ഹുസൈൻ ബിൻ അലിയാണ് അറബ് റിവോൾട്ടിന്. അദ്ദേഹം സയ്യിദുമാണ്. അദ്ദേഹം സയ്യിദ, പ്രധാനപ്പെട്ട സയ്യിദ്. അതായത് 20-ാം നൂറ്റാണ്ടിന്റെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ വിസ്മരിക്കാൻ കഴിയാത്തൊരു നാമമാണ്. മക്ക ഭരിച്ചിരുന്ന ഷെരീഫായിരുന്ന പ്രഗത്ഭ സയ്യിദായിരുന്ന ഹുസൈൻ ബിൻ അലിയുടെ ഭരണം. അദ്ദേഹത്തിന്റെ നാമം ഒന്നാം ലോക മഹായുദ്ധത്തിലാണെങ്കിലും അറബ് റിവോൾട്ടിലാണെങ്കിലും അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അദ്ദേഹമാണ് പല കാര്യങ്ങൾക്കും തുർക്കിക്കെതിരെയുള്ള വിപ്ലവത്തിലൊക്കെ ചുക്കാൻ പിടിച്ചത് ഹുസൈൻ ബിൻ അലിയാണ്. ഹുസൈൻ ബിൻ അലിയുടെ മക്കൾക്കാണ് പിന്നീട് ആ പല കഷ്ണങ്ങളും കിട്ടിയത്. ജോർദാന്, ഇറാഖ്, സിറിയ, ഇതെല്ലാം ഹുസൈൻ ബിൻ അലിയുടെ മക്കൾക്കാണ് ലഭിച്ചത്. അതേ സമയത്ത് ഫലസ്തീൻ, ജെറൂസലേമും ഗാസയും അടക്കമുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഫലസ്തീൻ പ്രദേശങ്ങളെല്ലാം
ബ്രിട്ടൻ തന്നെ കൈവശം വെച്ചു. ഫലസ്തീൻ പ്രദേശം ബ്രിട്ടൻ കൈവശം വെച്ചതിന്റെ പിന്നിൽ ബ്രിട്ടന് വലിയ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അവിടേക്ക് അനവരതം എന്ന് പറയാവുന്ന വിധത്തിൽ യൂറോപ്യൻ കുടിയേറ്റങ്ങൾ നടന്നു. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ 914 ഒരൽപ്പം അതിനു മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും, നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒഴുക്ക് ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടെ അതിന്റെ ഒഴുക്ക് വർദ്ധിച്ചു. 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതോടുകൂടെ അതിശക്തമായ ജൂത കുടിയേറ്റവും യൂറോപ്യൻ കുടിയേറ്റവും അതിശക്തമായ നിലയിൽ പലസ്തീൻ ഭാഗത്തേക്ക് വന്നു. പലസ്തീനകത്തെ ബ്രിട്ടൻ നേരിട്ട് കൈവശം വയ്ക്കുകയും ചെയ്തു. ബ്രിട്ടനിൽ പ്രത്യേകമായ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടേക്ക് അതിശക്തമായ നിലയിൽ വർദ്ധിച്ച നിലയിൽ യൂറോപ്യൻ കുടിയേറ്റം, സിയോണിസ്റ്റ് കുടിയേറ്റങ്ങൾ നടക്കുമ്പോൾ അറബികൾക്കറിയാമായിരുന്നു ഇതിന്റെ പിന്നിൽ പല കാര്യങ്ങളും സംഭവിക്കുമെന്ന്. പക്ഷെ അവർക്ക് മിണ്ടാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവരെല്ലാം ബ്രിട്ടൻ കഷ്ണിച്ചു കൊടുത്ത രാജ്യത്തെ ഭരണാധികാരികളും ജനങ്ങളുമാണ്. അല്ലെങ്കിൽ റഷ്യയുടെ അല്ലെങ്കിൽ ഫ്രാൻസിന്റെ ആ താല്പര്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ അവരുടെ രാജ്യവും കുട്ടിച്ചോറാക്കാൻ ഈ സഖ്യകക്ഷികൾക്ക് കഴിയും. ഇപ്പൊ മിണ്ടാതിരിക്കേണ്ടി വന്നു. അങ്ങനെയാണല്ലോ ഇതിനൊക്കെ കാര്യം. ലോകം ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. 1948 മെയ് 14 ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകൃതമാകുമ്പോൾ അറബ് ലോകത്തിന് ഒരു ചെറുവിരൽ അനക്കാൻ അതിന് കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുവരെ അവർ മിണ്ടാതിരുന്നു. അതിനുശേഷം അവരൊക്കെ യുദ്ധത്തിന് ഇറങ്ങുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് വേണമെങ്കിൽ ഇതിനെതിരെ അവർക്ക് ചില തീരുമാനങ്ങൾ ഒന്നിച്ചെടുക്കാമായിരുന്നു. പക്ഷെ കഴിയൂല. എന്തുകൊണ്ട് കഴിയൂല? അവരെല്ലാം ബ്രിട്ടന്റെ കോളനികളാണ്. നിലവിലും അവരെ ഭരിക്കുന്നതും പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്നതും പല തീരുമാനങ്ങളും അവർക്ക് എടുത്തു കൊടുക്കുന്നതും അവർക്ക് വേണ്ട ആയുധവും ശക്തിയും സമ്പത്തും സൗകര്യങ്ങളും എല്ലാം നൽകുന്നതും ബ്രിട്ടനാണ്. എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ട പണം, അബ്ദുൽ അസീസ് രാജാവിനെ പോലത്തെ ആളുകൾക്ക് അതേപോലത്തെ രാജാക്കന്മാർക്ക് ആവശ്യമായ പണം നൽകിയതും ബ്രിട്ടനാണ്. ഒന്നും മിണ്ടാൻ കഴിയില്ല. അതേ ബ്രിട്ടൻ തന്നെയാണ് ഇവിടെ സയനിസ്റ്റ് കുടിയേറ്റം നടത്തുന്നത്. ഒന്നും ചെയ്യാൻ ഈ അറബ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല. 948 മെയ് മാസത്തിൽ ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമായപ്പോൾ പൊടുന്നനെ മുസ്ലിങ്ങളും അറബികളും ഉണർന്നെണീറ്റു. മുസ്ലിങ്ങളുടെ കുറച്ച് കാലമായിട്ട്, കുറച്ച് ചില്ലറ നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങളുടെ ഒരു പൊതുരീതി അങ്ങനെയാണ്. അതായത് ഗൗരവമായി നേരത്തെ തന്നെ വരാനുള്ള കാര്യങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കൂല. ഇനി ആരെങ്കിലും ഉണർത്തി കൊടുത്താലോ അവർക്കെതിരെ പടപ്പുറപ്പാട് നടത്തുമെന്നല്ലാതെ ഗൗരവമായി ചിന്തിക്കൂല. വികാരപ്പുറത്ത് മാത്രമാണ് ഏകദേശം 1.25 നൂറ്റാണ്ട് ആയി മുസ്ലിം ലോകം മുഴുവനും വികാരപ്പുറത്ത് മാത്രം യാത്ര ചെയ്യുന്ന ഒരു സമൂഹമാണ്. ഏകദേശം എവിടെയും അതിന്റെ ഫലം നമുക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങൾ ശരിക്ക് അവധാനതയോടെ ഇരുന്ന് ചിന്തിക്കാൻ തയ്യാറായാൽ ഇത് നേതാക്കളെ കുറ്റപ്പെടുത്തലോ രാഷ്ട്രങ്ങളെ കുറ്റപ്പെടുത്തലോ സമുദായത്തെ കുറ്റപ്പെടുത്തലോ അല്ല, ഒരു യാഥാർത്ഥ്യമായ വിശകലനമാണ്. അതായത് 948 വരെ ഇതിനെതിരെ തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ഒരു നിലത്ത് ഇപ്പോൾ യൂറോപ്യൻ സഖ്യകക്ഷികൾ ലോകരാജ്യങ്ങളെ മുഴുവനും കോളനിയാക്കുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങൾ കൂടി കോളനിയായി പോകുമെന്ന ഭയം നേരിൽ കണ്ട് ആ സമയത്തെങ്കിലും അവർക്ക് തുർക്കിയെ കുത്താതെ റബ്ബർ റിവോൾട്ട് നടത്താതെ പിന്നീട് കാര്യങ്ങൾക്ക് വേണ്ടി വേണ്ടതൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ അവർക്ക് ചെയ്യാൻ അവർ തയ്യാറായില്ല. അവരവിടെ ഒരു വികാരപ്പുറത്ത് അവരെടുത്തു ചാടി. തുർക്കി നശിച്ചു എന്നാണ് അവർ പിന്നെ മിണ്ടാതിരുന്നു. പിന്നെ 948 ബ്രിട്ടൻ ഇസ്രായേൽ സ്വയം രാഷ്ട്രം പ്രഖ്യാപിച്ചപ്പോൾ അറബികൾ ഉണർന്നെണീറ്റു. മുസ്ലിങ്ങൾ എടുത്തു ചാടി. സമ്മതിക്കില്ല. ഞങ്ങളെ നാട്ടിൽ 948 ആദ്യത്തെ അറബ് ഇസ്രായേലി യുദ്ധം വരുന്നത്. ആരൊക്കെ യുദ്ധം പ്രഖ്യാപിച്ചതെന്നറിയോ? ഈജിപ്ത്, ജോർദാന്, സിറിയ, ലബനാന്, ഇറാഖ്, യമൻ, ഇങ്ങനെയുള്ള ഈ അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് 1948 തന്നെ 948 മെയ് മാസത്തിലാണ് ഇസ്രായേൽ വരുന്നത്. ഉടനെ തന്നെ ഈ മഹാരാജ്യങ്ങൾ ഒന്നടങ്കം അവരെല്ലാരും കൂടെ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. 948 ചരിത്രം കണ്ട ഏറ്റവും വലിയ അപഹാസ്യമായ തോൽവി. ഈ രാജ്യങ്ങൾ ഒന്നടങ്കം ഒരു ചെറിയ എട്ടാവട്ടത്തിലുള്ള ഒരു രാജ്യത്തോട് പൊരുതിയിട്ട് തോറ്റു.
എന്ന് തോറ്റു. 948 തോറ്റു. അവരാരാ? യൂറോപ്യന്മാർ. അവരിപ്പോ ഈ അടുത്ത കാലത്ത് ഇവിടെ വന്നിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് രാഷ്ട്രം കിട്ടിയത് ഇപ്പൊ ഈ അടുത്തായിട്ട് ആണെങ്കിൽ പോലും അവർ ചരിത്രാതീത കാലം മുതലേ അവിടെ ജീവിക്കുന്ന ജനങ്ങളാണ് ഈ അറബികൾ. ഇവരെല്ലാം ലബനാൻ നേരത്തെ തന്നെ അവിടെ ഉള്ളവരാണ്. ജോർദാൻ അവരൊക്കെ നേരത്തെ തന്നെ അവിടെ ഉള്ളവരാണ്. ഇറാഖികൾ നേരത്തെ തന്നെ അവിടെ ഉള്ളവരാണ്. യമനികൾ നേരത്തെ തന്നെ അവിടെ ഉള്ളവരാണ്. ലബനാനികൾ ഇവരെല്ലാരും ഒന്നിച്ച് ചേർന്നിട്ട് അവര് ഒന്നിച്ച് യുദ്ധം പ്രഖ്യാപിച്ചു. ആർക്കെതിരെ? ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് കയറി വന്ന വട്ടത്തിലുള്ള പരിമിതമായ സൗകര്യമുള്ള, പരിമിതമായ സമ്പത്തുള്ള, എല്ലാം പരിമിതമായുള്ള ഒരു രാഷ്ട്രത്തിനെതിരെ. എന്നിട്ടോ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത, ചരിത്രത്തിൽ ഏറ്റവും അപഹാസ്യമായ പരാജയം ഈ അറബ് രാഷ്ട്രങ്ങൾ 948 ഒന്നടങ്കം ഏറ്റുവാങ്ങി. 948 ഒന്നാമത്തെ അറബ് ഇസ്രായേൽ വാറിലൂടെ 78% അധികം ഭൂമി ഇസ്രായേൽ അറബികളിൽ നിന്ന് പിടിച്ചടക്കി. 78% ഭൂമി സിറിയയുടെ ഗോലാൻ കുന്നുകൾ പിടിച്ചടക്കി. ലബനാന്റെ ഭാഗങ്ങൾ ഒന്നടങ്കം പിടിച്ചടക്കി. ജോർദാന് കീഴിലുള്ള ട്രാൻസ് ജോർദാൻ ഒന്നിച്ച് ഇങ്ങോട്ട് പിടിച്ചടക്കി. അതേപോലെ തന്നെ ഉള്ള പ്രദേശങ്ങൾ, ഈജിപ്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഏരിയകൾ, പല ഏരിയകളും പിടിച്ചടക്കി. അതായത് UN അനുവദിച്ചു കൊടുത്ത ചെറിയ ഒരു രാഷ്ട്രത്തിന് പകരം സ്വന്തം രാജ്യത്തിന്റെ 78% അധികം ഭൂമി ഈ യുദ്ധത്തിൽ, അതായത് പ്രാഥമികമായ യുദ്ധത്തിൽ, സൗകര്യങ്ങളില്ലാത്ത, സന്നാഹങ്ങളില്ലാത്ത, ഒരു സൗകര്യം എടുക്കാൻ കഴിയാത്ത സമയത്ത് തന്നെ ഒരു സഖ്യകക്ഷികൾ, മഹാകക്ഷികൾ, അറബികൾ പല രാജ്യക്കാരുടെ ഭൂമികളിൽ നിന്ന് ഒന്നാമത്തെ യുദ്ധത്തിൽ തന്നെ 78% ഭൂമി അധികമായി പിടിച്ചടക്കിയിട്ട് UN അനുവദിച്ചതിന്റെ 10 മടങ്ങാക്കി സ്വന്തം രാഷ്ട്രത്തെ വികസിപ്പിക്കാൻ 948 തന്നെ ഇസ്രായേലിന് കഴിഞ്ഞു എന്നതാണ് അടിസ്ഥാനപരമായ ഒരു പരമാർത്ഥം. ഫലസ്തീനികൾക്ക് സംഭവിച്ചത് വൻ വിധിയാണ്, വൻ ദുരന്തമാണ്. പക്ഷെ അതേ സമയത്ത് ഈ ദുരന്തത്തിന്റെ അടിസ്ഥാന കാരണം എന്താ? ഒന്നാമത്തെ അറബ് ഇസ്രായേൽ വാർ. ആ അറബ് ഇസ്രായേൽ ഇന്ന് ലോകത്ത് അഭയാർത്ഥികളായി കഴിയുന്ന പകുതിയും, അതായത് ഫലസ്തീൻ ഉണ്ടായിരുന്ന പകുതി മുസ്ലിങ്ങൾക്കും പകുതി ഫലസ്തീനികൾക്കും ഭൂമി നഷ്ടപ്പെട്ടത് ആ ഒരൊറ്റ സംഭവത്തിൽ. ആ യുദ്ധത്തോൽവിയാണ്. യുദ്ധത്തോൽവി ഉണ്ടായാൽ സ്വാഭാവികമായി അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. യുദ്ധത്തോൽവി, ഇവരൊക്കെ അധ്വാനിച്ചിട്ട് യുദ്ധത്തോൽവി ഉണ്ടായി. ഇവരൊക്കെ അധ്വാനിച്ചിട്ടും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. നഖബ എന്ന് പറയപ്പെടുന്ന ആദ്യത്തെ വൻ ദുരന്തം, കുടിയൊഴിപ്പിക്കലിന്റെ വൻ ദുരന്തം, ആ വൻ ദുരന്തത്തിലാണ് പലസ്തീനുകളിലെ പകുതിയിലേറെയും വരുന്ന ജനങ്ങൾക്ക് സ്വന്തം കിടപ്പാടവും ഭൂമിയും നഷ്ടപ്പെട്ട് അനവധി ഗ്രാമങ്ങൾ ഇസ്രായേലിലേക്ക് ചേർക്കപ്പെട്ട് അവിടെയുള്ളത് സകലവും ഇസ്രായേൽ ഉഴുത് മറിച്ച് നശിപ്പിച്ച്. ഇതെല്ലാം സംഭവിക്കുന്നത് 948 തന്നെയാണ്. എന്തുകൊണ്ട്? അറബികൾക്ക് വൻ ദുരന്തം സംഭവിച്ചു. അപഹാസ്യമായ പരാജയം അറബികൾ ഏറ്റുവാങ്ങി. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ഗൗരവമായി ചിന്തിക്കുമ്പോൾ ഇനി ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഇതിന്റെയൊക്കെ പിന്നിൽ ഞാൻ പറഞ്ഞില്ലേ, ദുഹാൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് സത്യമാണ്. യഥാർത്ഥത്തിൽ ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം ദുഹാനാണ്. എന്തുകൊണ്ടാണ്? ഇനി നമുക്കിരുന്ന് ചിന്തിക്കാം. എന്തുകൊണ്ടാണ് ഇത്രയേറെ ശക്തികളുള്ള ഈ അറബ് രാജ്യങ്ങൾക്ക് ബാലാരിഷ്ടതയിൽ കഴിയുന്ന, പിറന്നു നാമമാത്രമായ സൗകര്യങ്ങളുള്ള, സന്നാഹങ്ങളുള്ള ഒരു കൊച്ചു രാജ്യത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അമ്പേ പരാജയം ഈ അറബ് രാജ്യങ്ങൾക്ക് ഭവിക്കാനുള്ള കാരണം എന്ത് എന്നാണ് അടുത്തതായി നമുക്ക് പരിശോധിക്കാനുള്ളത്. പ്രഗത്ഭ ഫലസ്തീനിയൻ അമേരിക്കൻ ഹിസ്റ്റോറിയനായ റാഷിദ് ഖാലിദി തന്റെ ചരിത്ര ഗ്രന്ഥമായ ദ 100 Years War on Palestine എന്ന പുസ്തകത്തിൽ ഈ യുദ്ധത്തിൽ ഒന്നാമത്തെ ഫസ്റ്റ് അറബ് ഇസ്രായേൽ വാറിൽ അടക്കം സംഭവിച്ചിട്ടുള്ള അപഹാസ്യമായ പരാജയത്തിന്റെ പിന്നിലെ അടിസ്ഥാന കാരണങ്ങളെ ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശകലനം ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായ ചില വിശകലനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ഒന്നാമത്തെ കാരണം എന്തെന്നാൽ അറബികളുടെ അഹങ്കാരം കാരണം ഞങ്ങൾ ജയിക്കുമെന്ന ഒരു അമിതമായ ശുഭാപ്തി വിശ്വാസം അവർക്കുണ്ടായി.
അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സൈന്യത്തെ അവർ യോജിച്ച് നിന്നാൽ പോലും വളരെ കുറഞ്ഞ സൈന്യത്തെ മാത്രമാണ് ഓരോ അറബ് രാജ്യവും അതിലേക്ക് സംഭാവന ചെയ്തത്. ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേലിനെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വയം ജീവൻ മരണ പോരാട്ടം. ഇതിൽ തോറ്റുപോയാൽ പിന്നെ ഞങ്ങളില്ല, ഞങ്ങളുടെ രാജ്യമില്ല, ഞങ്ങളെ കുടുംബവും ഒരുപക്ഷെ ഇല്ലാതാക്കിയേക്കാം, ഞങ്ങൾക്ക് കിട്ടിയ മണ്ണില്ല, ഇത് നഷ്ടപ്പെട്ടു പോയാൽ ചരിത്രത്തിൽ തന്നെ ഞങ്ങൾ കഥാവശേഷരായേക്കാം എന്ന ചിന്ത കാരണം അവർ വളരെ ആത്മാർത്ഥമായിട്ടാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അറബികളെല്ലാം കൂടെ ഈ യുദ്ധത്തിന്, ഈ രാജ്യങ്ങളെല്ലാം കൂടെ, അതായത് 6-7 രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് 50,000 സോൾജിയേഴ്സിനെയാണ്, പട്ടാളക്കാരെയാണ് ഒന്നാമത്തെ അറബ് ഇസ്രായേൽ വാറിന് അവർ അണിനിരത്തിയതെങ്കിൽ ഇസ്രായേൽ എന്ന ബാലാരിഷ്ടതയുള്ള കൊച്ചു രാജ്യം, അവിടെ രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം എന്ന് പറയാവുന്ന വിധത്തിൽ ഈ യുദ്ധത്തിനും ചെറുത്തുനിൽപ്പിനും തയ്യാറായി 1,00,000 പട്ടാളക്കാരെ ഇസ്രായേൽ യുദ്ധമുഖത്ത് നിർത്തി. ഇസ്രായേൽ 1,00,000 പട്ടാളക്കാരെ യുദ്ധമുഖത്ത് നിർത്തി. അറബികൾ എല്ലാ രാജ്യങ്ങളും കൂടെയിട്ട് 50,000 പട്ടാളക്കാരെയും നിർത്തി. എന്തുകൊണ്ട്? അമിതമായ ശുഭാപ്തി വിശ്വാസം. ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ അത്ര വലിയ ചരിത്രമുള്ളവരല്ലേ, ഞങ്ങൾ അത്ര വലിയ ആളുകളല്ലേ, ഞങ്ങൾ അത്ര വലിയ രാജ്യങ്ങളല്ലേ, ഞങ്ങൾക്ക് ഇവരെന്താ, ഇന്നലെ യൂറോപ്പിൽ നിന്ന് വന്നവരില്ല, ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അമിതമായ ശുഭാപ്തി വിശ്വാസം, അഹങ്കാരം. ഒരിക്കലും അഹങ്കാരത്തെ അള്ളാഹു പൊറുക്കൂല, അമിതമായ ശുഭാപ്തി വിശ്വാസത്തെ അള്ളാഹു ക്ഷമിക്കൂല. അതൊന്നും മനസ്സിലാക്കാൻ അറബികൾക്ക് കഴിഞ്ഞില്ല. അറബികൾ തോറ്റു. ഇതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്തെന്നാൽ അറബികൾക്ക്, അറബ് രാജ്യ നേതാക്കന്മാർക്ക് തന്നെ പരസ്പരം ഒരു ഐക്യമോ പരസ്പരമുള്ള ഒരു വിശ്വാസമോ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? അവരവർക്ക് തന്നെ അവരവരുടെ താല്പര്യങ്ങളായിരുന്നു ഓരോരുത്തർക്കും. ഉദാഹരണം പറയാം, അബ്ദുള്ള രാജാവ് ഫസ്റ്റ്, ജോർദാനിലെ ഇന്നത്തെ അബ്ദുള്ള രാജാവല്ല, 948 ഭരിച്ചിരുന്ന അബ്ദുള്ള രാജാവ് ഫസ്റ്റ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് താല്പര്യം വെസ്റ്റ് ബാങ്ക് അദ്ദേഹത്തിൻ്റെതാക്കുക എന്നതായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഈജിപ്തിന് ഗാസ മുനബ് അവരുടേതാക്കി മാറ്റുക, നിലനിർത്തുക, ഇതായിരുന്നു അവരുടെ താല്പര്യം. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എല്ലാവർക്കും ഒന്നിച്ച് ഇസ്രായേലിനെ തുരത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ അറബ് രാജ്യ നേതാക്കൾക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈജിപ്തിന്റെ താല്പര്യം, ലബനാന്റെ താല്പര്യം, ജോർദാന്റെ താല്പര്യം, അതേപോലെ തന്നെ ഇറാഖിന്റെ താല്പര്യം, ഓരോരുത്തർക്കും വേറെ വേറെ താല്പര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവരവരധ്വാനിച്ചത് അവരവരുടെ താല്പര്യത്തിലാണ്. അതേ സമയത്ത് ഇസ്രായേൽ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. അപ്പൊ പരസ്പര വിശ്വാസമില്ലായ്മ, ലക്ഷ്യത്തിൽ ഏകീകരിക്കാൻ കഴിയായ്മ, ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി മുന്നേറാൻ കഴിയായ്മ, ഓരോരുത്തർക്കും വ്യത്യസ്തമായ താല്പര്യങ്ങൾ. വര വേവുമ്പോഴും ഒരാൾക്ക് കഴുക്കൂലൂരണം എന്നാണ് താല്പര്യം എന്ന് പറയാറില്ല പഴയ കാലത്ത്. വര വെന്തുകൊണ്ടിരിക്കാം, വര തീ കത്തിപ്പിടിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ചില ആളുകൾക്ക് കഴുക്കോലയിന്ന് ഊരണമെന്ന താല്പര്യം എന്നതുപോലെയുള്ള താല്പര്യമാണ് ഓരോ അറബ് രാജ്യത്തിനുണ്ടായിരുന്നത്. അപ്പോൾ അള്ളാഹിന്റെ സഹായം അവർക്കുണ്ടായില്ല. ഒരു ഏകീകരിച്ച ലക്ഷ്യം ഉണ്ടായില്ല, ഒരു ഏകീകരിച്ച മുന്നേറ്റത്തിനും കഴിഞ്ഞില്ല. നാമമാത്രമായി കുറച്ച് പട്ടാളത്തെ മുന്നിൽ വെച്ചു കൊടുത്തു എന്നല്ലാതെ ആത്മാർത്ഥമായ ഒരു പടനീക്കുണ്ടായില്ല. ഇസ്രായേലി സൈന്യം 1,00,000-ഓളം വരുന്ന ഇസ്രായേലി സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ കമാൻഡറുടെ ആജ്ഞ മാത്രമാണ് അവർ കാത്തുന്നത്. അപ്പോൾ അവർ എണ്ണയാട്ട് യന്ത്രം പോലെ അവിടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരൊറ്റ കമാൻഡർ ഇൻ ചീഫിന്റെ ഒറ്റ താല്പര്യത്തിൽ മാത്രം അവർ അധ്വാനിച്ചു, അവർ ജയിച്ചു. അറബ് രാജ്യ പട്ടാളക്കാർ അങ്ങനെയല്ല. ലബനാന്റെ പട്ടാളത്തെ ലബനാൻ നിയന്ത്രിച്ചു, ജോർദാന്റെ പട്ടാളത്തിന്റെ താല്പര്യവും ജോർദാൻ നിയന്ത്രിച്ചു, ഈജിപ്തിന്റെ പട്ടാളത്തെ ഈജിപ്ത് നിയന്ത്രിച്ചു, സിറിയയുടെ പട്ടാളത്തെ സിറിയൻ നിയന്ത്രിച്ചു. ഓരോരുത്തർക്കും ഓരോ പട്ടാളക്കാർക്കും അവരെ വേറെ വേറെ കമാൻഡർമാരാണ്, വേറെ വേറെ താല്പര്യങ്ങളാണ്, വേറെ വേറെ ലക്ഷ്യങ്ങളാണ്. ഒരൊറ്റ താല്പര്യത്തിന് വേണ്ടി, ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി മനസ്സ് തുറന്ന് ഇടപെട്ട് അധ്വാനിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വീണുപോയി, തോറ്റു, ഉറപ്പ്, പരാജയപ്പെട്ടു. മൂന്നാമത്തെ കാരണം എന്തെന്നാൽ സൈന്യത്തിന്റെ അറിവില്ലായ്മ. ഇസ്രായേലി പട്ടാളത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് എന്ന അറിവുണ്ടായിരുന്നു അവർക്ക്. അത് കൃത്യമായി അവരുടെ രാഷ്ട്ര നേതാവ് അത് പഠിപ്പിച്ചിരുന്നു.
കൃത്യമായ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധം ചെയ്തത്. ഞങ്ങൾക്ക് നിലനിൽപ്പ് വേണം, ഞങ്ങളെ രാജ്യത്തിനും. അവരൊക്കെ അറിവിന്മേൽ അവർ അധ്വാനിച്ചു. അതേ സമയത്ത് അറബ് സഖ്യകക്ഷികൾ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഒരു നേർച്ച പോലെ, വഴിപാട് പോലെ അയക്കപ്പെട്ട പട്ടാളക്കാർക്ക് വ്യക്തമായ ലക്ഷ്യബോധം ആ രാജ്യം നൽകിയില്ല. ഞങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് എന്ന ഒരു യഥാർത്ഥ അറിവ് പോലും പട്ടാളക്കാർക്ക് ഉണ്ടായിരുന്നില്ല. ഒരു പറഞ്ഞു കേട്ട ഇസ്രായേലിനെ തുരത്തണം എന്ന ഒരു പൊതുവായ പത്രമാധ്യമങ്ങളിൽ കാണുന്ന ഒരു വാർത്തക്കപ്പുറമൊന്നും ഈ പട്ടാളത്തിന് ഒരു കമാൻഡർ അതിനെ നിയന്ത്രിക്കുകയോ ഒരു ആത്മാർത്ഥമായ ശ്രമം അവരിൽ ഏൽപ്പിക്കുകയോ ആത്മാർത്ഥമായ ചർച്ചകളോ കാര്യങ്ങളോ അവരെ ഏൽപ്പിക്കുകയോ സ്റ്റഡി ക്ലാസുകൾ നൽകുകയോ ഒന്നും അറബ് പട്ടാളകൾക്ക് ലഭ്യമായിരുന്നില്ല. അതെന്നെ. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ യുദ്ധം ജയിച്ചാൽ അവരുടെ തൊട്ടടുത്ത അറബ് രാജ്യത്തിന്റെ പെർഫോമൻസ് അധികരിക്കുകയും അവർ യുദ്ധം ജയിക്കുകയും ചെയ്താൽ, അവർ കൂടി പങ്കാളിയായി യുദ്ധം ജയിച്ചാൽ കൂടുതൽ ലാഭം അവർ കൊയ്യുമോ എന്ന് മറ്റൊരു രാജ്യത്തിന്റെ ഭയം. ഉദാഹരണം പറയാ, ഈ യുദ്ധം ജയിച്ചാൽ ഈജിപ്തിന് കൂടുതൽ ലാഭം കിട്ടുമോ എന്ന ധാരണയായിരുന്നു, ഭയമായിരുന്നു സിറിയക്കുണ്ടായിരുന്നത്. സിറിയക്ക് കൂടുതൽ ലാഭം പോകുമോ എന്ന ഭയമായിരുന്നു ഈജിപ്തിനുണ്ടായിരുന്നത്. അപ്പോൾ യുദ്ധം ജയിക്കണം എന്നതിൽ പോലും ഒരു താല്പര്യത്തിനപ്പുറമുള്ള ലക്ഷ്യവും ആത്മാർത്ഥതയും ഈ രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ, യുദ്ധം തുടങ്ങി ഒരു ഘട്ടം കഴിയുമ്പോൾ UN അതിൽ ഇടപെട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. 4 ആഴ്ചത്തോളം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമയത്ത് ഓരോരുത്തർക്കും വേണമെങ്കിൽ കൂടുതൽ ശക്തി സംഭരിക്കുകയും അവരുടെ കാര്യങ്ങളെ ഒന്നുകൂടി ഗഹനമായി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്ത് സുഭദ്രമായ ഒരു രീതിയും വളരെ ശക്തമായ ഒരു ഒരുമയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. യുദ്ധത്തിന്റെ 1-ാം ഘട്ടത്തിൽ അറബ് സഖ്യകക്ഷികൾ വിജയിച്ചായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് യുദ്ധം തുടങ്ങി 1-ാം ഘട്ടം കഴിയുമ്പോൾ ഒരു വെടിനിർത്തൽ, 4 ആഴ്ചത്തെ വെടിനിർത്തൽ UN പ്രഖ്യാപിച്ചു. ആ സമയത്ത് 2 ഭാഗത്തും ഉണ്ടായ രീതികൾ 2ആണ്. ഇസ്രായേൽ ഈ സമയത്ത് ഈ 4 ആഴ്ചയിൽ ലോകത്തെ ഇസ്രായേലി താല്പര്യമുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ആയുധങ്ങള്, പട്ടാളക്കാരെ എല്ലാം ക്ഷണിച്ചു വരുത്തി. അതേ സമയത്ത് അറബ് കക്ഷികൾ എന്താ ചെയ്തത്? 1-ാം ഘട്ടത്തിൽ നേരിയ ഒരു വിജയം ഉണ്ടായി എന്ന് കണ്ടപ്പോൾ അവര് അറബ് രാജ്യങ്ങൾ മുഴുവനും ആഘോഷിച്ചു. ആഘോഷം 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 ആഘോഷം, എവിടെയും ആഘോഷം, സമ്മേളനങ്ങൾ, ആഘോഷങ്ങൾ, കതിന പൊട്ടിക്കൽ, എവിടെയും. അത് മുസ്ലിങ്ങൾക്ക് കുറച്ച് കാലമായിട്ടുള്ളൊരു രീതിയാണ്. മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ആഘോഷത്തിന് വേണ്ടിയാണ് എന്നാണ് യഥാർത്ഥ വസ്തുത. നിലവിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ആഘോഷത്തിലാണ്. മുസ്ലിം നേതാക്കന്മാര്, മുസ്ലിം ബഹുജനങ്ങള് അവരൊക്കെ ആഘോഷത്തിൽ മുഴുകുമ്പോൾ അവരെടുക്കുന്നവര് എഫേർട്ട് പിന്നെ അവരെടുക്കുകയില്ല. ആഘോഷം കഴിഞ്ഞാൽ പിന്നെ ആതിരിക്കും. ആഘോഷത്തിലാണെങ്കിൽ അവരെ മുഴുവൻ എഫേർട്ട് ആഘോഷത്തിലാ കാണിക്കുക. ഈ 4 ആഴ്ച അറബ് രാജ്യങ്ങൾ മുഴുവനും ആഘോഷങ്ങളും സമ്മേളനങ്ങളും നടത്തി ഞങ്ങൾ ജയിച്ചേ ഞങ്ങൾ ജയിച്ചേ ഞങ്ങൾ ജയിച്ചേ എന്ന് പ്രഖ്യാപിച്ചു. ഈ 4 ആഴ്ച ഇസ്രായേൽ എന്ത് ചെയ്തു? ആഘോഷിച്ചു. അവർ ലോകരാജ്യങ്ങളുടെ മുന്നിൽ യാചിച്ചു. അവർക്ക് ആയുധം കിട്ടി, അവർക്ക് വേണ്ടത്ര ഡോളർ കിട്ടി, പണം കിട്ടി, സന്നാഹങ്ങൾ കിട്ടി, സൈന്യങ്ങളെ കിട്ടി, സൗകര്യങ്ങൾ കിട്ടി. യുദ്ധത്തിന്റെ 2-ാം ഘട്ടത്തിലോ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം അറബികളെ പരിക്കേൽപ്പിച്ചു ഇസ്രായേൽ എന്ന് വിജയിക്കുകയും അറബ് സഖ്യകക്ഷികൾ എന്നേക്കുമായി പരാജയപ്പെടുകയും ചെയ്തു. ഇത് ദുഹാന്റെ മറ്റൊരവസ്ഥയാണ്. കാര്യങ്ങളെ യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ നമുക്ക് കഴിയാതിരിക്കാം. ഏതെങ്കിലും ഒരു അറബ് ചിന്തകൻ ആ സമയത്ത് പറയാണ്, നമ്മൾ ആഘോഷിക്കേണ്ട സമയമല്ല കേട്ടോ, നമ്മൾ സജ്ജരാകേണ്ട സമയമാണെന്ന് പറഞ്ഞാൽ അയാളെ എല്ലാവരും കൂടി സൈഡാക്കും. ആ 4 ആഴ്ചയുള്ള ആഘോഷം, അറബ് രാജ്യങ്ങളിൽ ആഘോഷങ്ങളും സമ്മേളനങ്ങളും രാഷ്ട്ര നേതാക്കൾക്ക് മാലയിട്ട് സ്വീകരിക്കലുകളും നടന്നു. പിന്നീടോ ചരിത്രത്തിൽ തുല്യതയില്ലാതെ അമ്പമ്പേ അവർ പരാജയപ്പെട്ടു. ഇതേ അമിതമായ ശുഭാപ്തി വിശ്വാസമാണ് 967 6 ഡേ വാറിലും അറബികൾക്ക് സംഭവിച്ചത്. അന്ന് അറബികൾ സർവസന്നാഹങ്ങളും എടുത്ത് രംഗത്തിറങ്ങി. ഞങ്ങൾ വിജയിക്കുമെന്ന് പെരുമ്പറ കുട്ടി 6 ദിവസത്തിനപ്പുറം മുന്നോട്ട് പോകാൻ അറബികൾക്ക് കഴിഞ്ഞില്ല. ചരിത്രത്തിൽ അറബികളുടെ പരാജയത്തിന്റെ യുദ്ധം എന്ന പേരിൽ 6 ഡേ വാർ എന്ന് ആ യുദ്ധം അറിയപ്പെടും. പിന്നീട് അറബികൾ ഒരു ഏകോപിച്ച സൈനിക മുന്നേറ്റം ഇസ്രായേലിനെതിരെ നടത്തിയില്ല.
ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അതിനു മുമ്പ് ഒന്നാം അറബ് ഇസ്രായേൽ വാർ പരാജയപ്പെട്ടതോടു കൂടെ അറബ് രാജ്യങ്ങളിലെ ബഹുജനങ്ങൾ മുഴുവനും ആ രാഷ്ട്ര നേതാക്കൾക്കെതിരെ തിരിഞ്ഞു. അതിനെ തുടർന്ന് വന്ന മറ്റൊരു ദുഹാൻ ഇനി ഞാൻ നിങ്ങളോട് പറയാം. ഫസ്റ്റ് അറബ് ഇസ്രായേൽ വാർ പരാജയപ്പെട്ടതോടു കൂടെ വന്നു പോയത് രാഷ്ട്ര നേതാക്കന്മാരെ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അത് സത്യമാണ്, അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ പിന്നെ നല്ലത് നമ്മള് പാർലമെന്റേറിയൻ ജനാധിപത്യം ഞങ്ങളുടെ രാജ്യങ്ങളിലൊക്കെ വരണം, ഞങ്ങൾക്ക് ഉയരാൻ കഴിയും, അതുകൊണ്ട് സോഷ്യലിസത്തിലേക്ക് നമ്മൾ മാറണം, നമ്മൾക്ക് ഈ യൂറോപ്യൻ മോഡലിലുള്ള സോഷ്യലിസ്റ്റ് വിപ്ലവങ്ങൾ ഉണ്ടാകണം. ഈ താല്പര്യം അറബ് യുവാക്കളിലും അറബ് ചിന്തകന്മാരിലും സ്വാധീനിച്ചു. ഇത് മറ്റൊരു ദുഹാനാണ്. അങ്ങനെ അറബ് രാജ്യങ്ങളിലെ യുവാക്കളെല്ലാം പൊതുജനങ്ങളെല്ലാം സോഷ്യലിസ്റ്റ് രീതികളിലേക്ക് ആകൃഷ്ടരായി. 1952 സോഷ്യലിസ്റ്റ് വിപ്ലവം ജമാൽ അബ്ദുൽ നാസറിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ വരുന്നത് 1952. അതോടുകൂടെ നിലവിലുണ്ടായിരുന്ന ഭരണകൂടത്തെ അട്ടിമറിക്കപ്പെട്ടു. ജമാൽ അബ്ദുൽ നാസറിന്റെ നേതൃത്വത്തിൽ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. അതേപോലെ തന്നെ ഇതേ അട്ടിമറി സിറിയയിൽ നടന്നു, ഇറാഖിൽ നടന്നു, ലെബനാനിൽ നടന്നു, അൾജീരിയയിൽ നടന്നു, സുഡാനിൽ നടന്നു. ഇവിടങ്ങളിലെ, അതായത് ഈജിപ്തിനെ തുടർന്ന് ഇവിടെ എല്ലാം, ലെബനാനില്, ഈജിപ്തില്, അൾജീരിയയില്, സിറിയയില്, സുഡാനില്, യമനില്, ഇവിടെ എല്ലാം സോഷ്യലിസ്റ്റ് അധികാരവാഴ്ചകൾ വന്നു 1952 കൂടെ. അങ്ങനെ സോഷ്യലിസത്തിലേക്ക് അറബ് ജനത മാറി. പിന്നീട് വരുന്നതെല്ലാം അപ്പൊ ഞങ്ങൾ കൂടുതൽ ശക്തരാകുമെന്ന് അവർ വിചാരിച്ചു. അപ്പൊ അവരെല്ലാവരും ഒന്നിച്ച് സോഷ്യലിസത്തിലേക്ക് മാറി. അവരെല്ലാവരും ഉഷാറായി ഞങ്ങൾ ഇസ്രായേലിനെ തകർത്ത് ഞങ്ങൾ തരിപ്പണമാക്കും എന്ന നിലയിൽ 1967 സെക്കൻഡ് അറബ് ഇസ്രായേൽ വാർ അങ്ങനെയാണ് ഉണ്ടായത്. ആ യുദ്ധം നേരത്തെ പറഞ്ഞതുപോലെ 6 ദിവസം കൊണ്ട് അറബികൾക്ക് അവരുടെ ബലക്ഷയം ബോധ്യപ്പെട്ടു. അവർ തകർന്ന് തരിപ്പണായി. എന്നേക്കുമായി അവര് ഇനി ഒരു സംയുക്തമായ മുന്നേറ്റം ഇസ്രായേലിനോട് കഴിയാത്ത വിധത്തിൽ തകർന്നു. എന്താ അടിസ്ഥാന കാരണം? അടിസ്ഥാന കാരണം നേരത്തെ പറഞ്ഞ അഹങ്കാരം, അമിതമായ ശുഭാപ്തി വിശ്വാസം, ഒരു ലക്ഷ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ കഴിവില്ലായ്മ, വിടുവായത്വം, സജ്ജരാകേണ്ട സമയത്ത് ആഘോഷങ്ങളിൽ അഭിരമിക്കുന്ന സാഹചര്യം, കുറെ ബിംബങ്ങളെ ഉണ്ടാക്കി ആ അറബ് ബിംബങ്ങളെ ഉയർത്തിക്കാട്ടി പെരുമ്പറ കുട്ടുന്നതിന് പകരം ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്യാൻ കഴിയാതെ വന്ന സാഹചര്യം. 67 യുദ്ധത്തിൽ എന്താ സംഭവിച്ചത്? 48 എന്താ സംഭവിച്ചത്? അതന്നെ 67 സംഭവിച്ചു. മറ്റൊരു ദുഹാൻ, ആവർത്തിക്കുന്ന ദുഹാനാണ് ഈ കാണുന്നതെല്ലാം. അവര് എന്നേക്കുമായി തോറ്റു. പിന്നീട് അവർ ഒരുമിച്ച് ഒരു യുദ്ധം ഇസ്രായേലിനിടെ 1967 ശേഷം നടത്തിയില്ല. പിന്നെ അവരെ കൂട്ടത്തിലുള്ള ചാരന്മാരെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഉദാഹരണം പറയാ, ഈ യുദ്ധത്തിന് നേതൃത്വം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ജമാൽ അബ്ദുൽ നാസറാണ്. അദ്ദേഹം സോഷ്യലിസ്റ്റുമാണ്. അദ്ദേഹത്തിന്റെ അടുക്കളയിൽ ചാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം മകളുടെ ഭർത്താവ് അഷ്റഫ് മർവാൻ. ഈ അഷ്റഫ് മർവാൻ അന്ന് ഇസ്രായേലിന്റെ ചാരനാണ്. ഇത് മനസ്സിലാക്കാൻ ജമാൽ അബ്ദുൽ നാസറിന് പോലും കഴിഞ്ഞില്ല. സ്വന്തം അടുക്കളയിൽ ചാരൻ. അതായത് 6 ഡേ വാർ നടന്ന 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജമാൽ അബ്ദുൽ നാസറാണ്. ആ ജമാൽ അബ്ദുൽ നാസറിന്റെ ബംഗ്ലാവിലെ കൊട്ടാരത്തിലെ അടുക്കളയിൽ ചാരൻ, അദ്ദേഹത്തിന്റെ കിടപ്പ് മുറിയിൽ ചാരൻ, അദ്ദേഹത്തിന്റെ പാർലമെന്റിനകത്ത് ചാരൻ, അദ്ദേഹത്തിന്റെ രഹസ്യ യോഗത്തിൽ ചാരൻ. ആരാ ചാരൻ? സ്വന്തം മകളെ ഭർത്താവ്. ആ മകളെ ഭർത്താവ് അഷ്റഫ് മർവാൻ. അഷ്റഫ് മർവാനാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ സഹായിച്ചത്. പിന്നെ ഇസ്രായേല് ഏഞ്ചൽ എന്നാ പറഞ്ഞത്. ഇസ്രായേൽ സൈന്യം ഏഞ്ചൽ, മാലാഖ എന്നാണ്. ഈ അറബ് ഇസ്രായേൽ, സെക്കൻഡ് അറബ് ഇസ്രായേൽ യുദ്ധമായ 1967 6 ഡേ വാർ നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ദൈവം ഒരു മാലാഖയെ ഇറക്കി തന്നു. അതാണ് അഷ്റഫ് മർവാൻ എന്നാണ് പിന്നീട് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. 2018 പോലും ഏഞ്ചൽ എന്ന പേരിൽ ഇസ്രായേലിൽ നിന്ന് സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അഷ്റഫ് മർവാന്റെ പേര്. സ്വന്തം ചാരനെ മനസ്സിലാക്കാൻ, സ്വന്തം പടക്കുള്ളിലെ ചാരൻ, സ്വന്തം കൊട്ടാരക്കെട്ടിന്റെ ഉള്ളിലെ ചാരൻ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല.
അമിതമായ ശുഭാപ്തി വിശ്വാസം, ആഘോഷക്കൊഴുപ്പുകൾ, മേളത്തരങ്ങൾ, എല്ലാവരെയും വിശ്വസിക്കുന്ന സാഹചര്യങ്ങൾ. ആ മാനഹാനിയിലാണ് പിന്നീട് ജമാൽ അബ്ദുൽ നാസർ മരണപ്പെടുന്നത്. മാനഹാനി 967 നടന്ന മാനഹാനി. എല്ലാം ഇസ്രായേലിന് ലഭിച്ചു. ഗോലാൻ കുന്നുകൾ സിറിയക്ക് നഷ്ടപ്പെട്ടു. എന്താ പറയാ, സിനായ് മരുഭൂമി അടക്കമുള്ള ഏകദേശം സൂയസ് കനാൽ വരെയുള്ള പ്രദേശങ്ങൾ, മൊത്തത്തിലൊരു മഹാ ഏരിയ തന്നെയും ഈജിപ്തിന് നഷ്ടമായി. ജോർദാന്, ട്രാൻസ് ജോർദാൻ അടക്കമുള്ളതെല്ലാം നഷ്ടമായി. അങ്ങനെ ഏകദേശം അറബികൾക്ക് ലബനാനിലും വലിയ ഭൂപ്രദേശം നഷ്ടമായി. വലിയ പ്രദേശങ്ങളെല്ലാം അറബികൾക്ക് നഷ്ടപ്പെട്ടു. ഇസ്രായേൽ കൊഴുത്ത് ഒരു മഹാരാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടാനുള്ള മറ്റൊരു കാരണം 967 അറബികളുടെ ഐക്യമില്ലായ്മയും വസ്തുതകളെ ഗ്രാസ് റൂട്ടിൽ മനസ്സിലാക്കാൻ മുസ്ലിങ്ങൾക്ക് ഒരു 1.25 നൂറ്റാണ്ടിനപ്പുറത്തോളമായി മുസ്ലിങ്ങൾക്ക് വസ്തുതകളെ ഗ്രാസ് റൂട്ടിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന ദുഹാനിന്റെ മറ്റൊരു കാര്യമാണ് ഇവിടെയെല്ലാം അടിസ്ഥാനപരമായി പിന്നിൽ പ്രവർത്തിച്ചത്. എല്ലാം നഷ്ടായി. പിന്നെ 967 ജൂണില് യുദ്ധം കഴിഞ്ഞു. 6 ദിവസത്തെ യുദ്ധത്തോടെ അറബികൾ ഇനി ഞങ്ങളെ തല്ലരുത് എന്ന് പറഞ്ഞു. പിന്നെ പേടിച്ചോടി. എല്ലാം കഴിഞ്ഞു. സെപ്റ്റംബറിൽ അറബികൾ അറബ് ലീഗിന്റെ നേതൃത്വത്തിൽ സുഡാന്റെ തലസ്ഥാനമായ ഖർത്തൂമിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ ഒരുമിച്ച് കൂടിയതിനെയാണ് ചരിത്രത്തിലെ ഏറ്റവും അപഹാസ്യമായ അറബ് സമ്മേളനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അൽ മുഅ്തമിറുൽ ലാഅത്തി സലാസ് എന്ന ചരിത്രത്തിൽ ആ സമ്മേളനം വായിക്കപ്പെടുന്നു. 3 ലാകളുടെ സമ്മേളനം. ആ സമ്മേളനത്തെ ചരിത്രം വായിക്കുന്നത് അൽ മുഅ്തമിറുൽ ലാഅത്തി സലാസ് എന്നാണ്. 3 ലാകളുടെ സമ്മേളനം. ആ സമ്മേളനത്തിൽ, അതായത് അറബ് ലീഗിന്റെ നേതൃത്വത്തിൽ അറബികളെല്ലാം 967 സെപ്റ്റംബറിൽ ഖർത്തൂമിൽ ഒരുമിച്ച് കൂടിയിട്ട് 3 തീരുമാനങ്ങൾ എടുത്തു. എന്താ തീരുമാനം? ലാ സുൽഹ മഅ ഇസ്രായീൽ, ലാ തഫാഉല മഅ ഇസ്രായീൽ, ലാ ഇത്തിറാഫ ബി ഇസ്രായീൽ. അതാണ് ലാ ലാ ലാ. ലാ സുൽഹ മഅ ഇസ്രായീൽ, ഇസ്രായേലുമായി സന്ധിയില്ല. ലാ തഫാഉല മഅ ഇസ്രായീൽ, ഇസ്രായേലിനോട് കൂടെ ഇനി ചർച്ചയില്ല. ലാ ഇത്തിറാഫ ബി ഇസ്രായീൽ, ഇസ്രായേലിനെ അംഗീകരിക്കുന്ന പ്രശ്നവുമില്ല. ഇതാണ് ലാ ലാ ലാ. ഇതാണ് അൽ മുഅ്തമറുൽ ലാഅത്തി സലാസ, 3 ലാകളുടെ സമ്മേളനം എന്ന് പറയുന്നത് ഈ സമ്മേളനത്തെ. അറബ് ലീഗ് 3 ലാകളും പറഞ്ഞു പിരിഞ്ഞു. ഇവരെല്ലാവരും പിന്നെ ഇസ്രായേലിനെ ഒരു നിലക്കല്ലെങ്കിൽ ഒരു നിലക്ക് അംഗീകരിച്ചു. ഈ ലാകളൊക്കെ പറഞ്ഞു. അതിനപ്പുറം പിന്നെ അവരൊന്നും ചെയ്തില്ല. ഒരു സമ്മേളനം കൂടി അതിൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബൊക്ക കൊടുത്ത് സന്തോഷമായി 3 ലാകളും പറഞ്ഞ് അറബ് ലോകം പിരിഞ്ഞിട്ട് ഏകദേശം ഒരു 10-60 കൊല്ലത്തോളമായി. ഇവരൊക്കെ പിന്നെ സന്ധിയായി. ജോർദാൻ എന്നേക്കുമായി സന്ധിയായി. ജോർദാന്റെ ഇസ്രായേലിന്റെയും ബോർഡറിൽ പലപ്പോഴും പോകാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അവിടെ വലിയ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. വലിയൊരു ചിത്രം. ആ ബോർഡിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോട്ടോ മറ്റൊന്നുമല്ല, ഇസാഖ് റബീനുമായി ഹുസൈൻ രാജാവ് ഒരൊറ്റ പാക്കിൽ 2 സിഗരറ്റ് എടുത്തിട്ട് ഒരു സിഗർ ലൈറ്റർ കൊണ്ട് 2 കൂടി കത്തിക്കുന്ന ചിത്രം. അതായത് ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഇനി യാതൊരു അനൈക്യവും ഇല്ല എന്ന് അതോടുകൂടെ അവരെല്ലാവരും കരാറായി. ക്യാമ്പ് ഡേവിഡിൽ ഈജിപ്ത് കരാറായി. അൻവർ സാദാത്ത് അതിന് നേതൃത്വം നൽകി. അൻവർ സാദാത്ത് പിന്നീട് ഇസ്രായേൽ സന്ദർശിച്ചു. നമുക്കിടയിൽ ഈജിപ്തും സന്ധിയായി, നമ്മൾക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും ഞങ്ങളെല്ലാം ഇസ്രായേലുമായി കൂടെ നിൽക്കുന്നു എന്ന സാഹചര്യങ്ങളെ സൃഷ്ടിച്ചു. അവസാനം രാജഭരണങ്ങൾക്ക് പകരം സോഷ്യലിസം പരീക്ഷിച്ചു അറബികൾ. സോഷ്യലിസത്തിലും അറബികൾ തോറ്റു. ഇത് വീണ്ടും വലിയ ചേഞ്ച് വരുത്തി. അതായത് സോഷ്യലിസ്റ്റ് അധികാരത്തിന് കീഴിൽ അധികാരത്തിൽ വന്ന രാഷ്ട്രങ്ങളിലെല്ലാം ആ സോഷ്യലിസ്റ്റ് വാഴ്ച പിന്നീട് ഏകാധിപത്യത്തിലേക്ക് നീങ്ങി. ഉദാഹരണം പറയാം, ഈജിപ്തിൽ ഹുസ്നി മുബാറക്കിന്റെ ഒരു സ്വച്ഛാധിപത്യ രീതി വന്നു. ലിബിയയിൽ മുഅമ്മർ ഗദ്ദാഫിയുടെ നേതൃത്വത്തിൽ വേറൊരു സ്വച്ഛാധിപത്യ രീതി വന്നു. ഇറാഖിൽ
സദ്ദാം ഹുസൈന്റെ നേതൃത്വത്തിൽ വേറൊരു സ്വേച്ഛാധിപത്യ രീതി വന്നു. സിറിയയിൽ ഹാഫിൽ അസദിന്റെ കീഴിൽ വേറൊരു സ്വേച്ഛാധിപത്യ രീതി വന്നു. അതായത് സോഷ്യലിസ്റ്റ് അധികാരങ്ങളെല്ലാം പിന്നീട് ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് 980-കൾക്ക് ശേഷം പിന്നീട് അറബ് ജനതകൾക്കിടയിൽ നമ്മൾ കാണുന്ന സാരമായ മറ്റൊരു മാറ്റമായി നാം മനസ്സിലാക്കേണ്ടത്. അത് അവിടുത്തെ രാജ്യത്തെ ജനങ്ങളിൽ ഒരു തരം അരക്ഷിതത്വ ബോധവും ഒരു തരം അനിശ്ചിതത്വ ബോധവും ഉണ്ടാക്കി. ഈ സോഷ്യലിസ്റ്റ് രീതികളിൽ വന്ന സർക്കാരുകൾ പിന്നീട് രീതികൾ വന്നപ്പോൾ ആ ഏകാധിപത്യങ്ങൾക്കെതിരെ പിന്നെ അതേ പ്രദേശങ്ങളിൽ ജനകീയ വിപ്ലവങ്ങൾ ഉണ്ടായി. അതാണ് 2000-ന്റെ 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ നടന്ന അറബ് വിപ്ലവങ്ങളുടെ മുല്ലപ്പൂ വസന്തം അടക്കമുള്ള വിപ്ലവങ്ങളുടെ അടിസ്ഥാന കാരണം എന്തെന്നാൽ, ഒരു കാലത്ത് സോഷ്യലിസ്റ്റ് രീതിയിൽ അധികാരത്തിലേക്ക് ചേർന്ന ആ ഭരണകൂടങ്ങളും അവരുടെ പിന്തലമുറകളും പിന്നീട് ഏകാധിപത്യത്തിലേക്ക് വീണു പോയതിന്റെ ആ ദുരന്തത്തിന്റെ മറ്റൊരു താല്പര്യമാണ്, അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് 21-ാം നൂറ്റാണ്ടിന്റെ 1-ാം ദശകത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള അറബ് രാജ്യങ്ങളിൽ മൊത്തത്തിൽ നടന്ന വിപ്ലവങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം. അതിന്റെ തുടർച്ചകളാണ് ഇന്ന് ആ പ്രദേശങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊരു ദുഹാനാണ്. അപ്പൊ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു യഥാർത്ഥ കാര്യമാണോ, ഒരു യഥാർത്ഥ ഫോമിലാണോ സമൂഹം മുന്നോട്ട് പോകുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഇത് തീരുമാനിക്കണമെങ്കിൽ ഇനിയൊരു 10, 25, 30 കൊല്ലം കഴിയേണ്ടി വന്നിരിക്കും. ഇതാണ് ദുഹാന്റെ അവസ്ഥ. ഇത് മറ്റൊരു ദുഹാനാണ്. അതായത് ദുഹാന്റെ ഘട്ടം ഘട്ടമായ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ദുഹാന്റെ കീഴിന്റെ താല്പര്യപ്രകാരമാണ് അബ്ദുൽ ഹമീദ് രണ്ടാമൻ അധികാരത്തിൽ നിഷ്കാസനായത്. മറ്റൊരു ദുഹാനാണ് 1914 1-ാം ലോകമഹായുദ്ധത്തിൽ പ്രേരിപ്പിച്ചത്. മറ്റൊരു ദുഹാനാണ് അറബ് റിവോൾട്ട് ഉണ്ടാക്കിയത്. ആ ദുഹാന്റെ തുടർച്ചയാണ് ഇസ്രായേലിന് കണ്ണടക്കേണ്ടി വന്നത്. ഇസ്രായേൽ സംഘടിപ്പിക്കുന്നതിന് ബ്രിട്ടന്റെ താല്പര്യത്തിനെ കണ്ണടക്കേണ്ടി വന്നത്. മറ്റൊരു ദുഹാനാണ് 1-ാം അറബ് ഇസ്രായേൽ വാറിന് പ്രേരിപ്പിച്ചത്. മറ്റൊരു ദുഹാനാണ് 6 ഡേ വാറിന് പ്രേരിപ്പിച്ചത്. അതിനിടയിലുണ്ടായ ദുഹാനാണ് ഇതിലെല്ലാം വീഴ്ത്തിയത്. അതിനുള്ള മറ്റൊരു ദുഹാനാണ് സോഷ്യലിസ്റ്റ് അധികാരങ്ങൾ ഈ രാജ്യങ്ങളിൽ വന്നത്. മറ്റൊരു ദുഹാനാണ് സോഷ്യലിസത്തെ ഒഴിവാക്കി ഇവർ ഏകാധിപത്യത്തിലേക്ക് വീണുപോയത്. മറ്റൊരു ദുഹാനായിരിക്കാം, ഒരു ദുഹാന്റെ ഒരു തുടർച്ച തന്നെ ആയിരിക്കാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവങ്ങളും അധികാര കൈമാറ്റങ്ങളും അമേരിക്കൻ പക്ഷത്തേക്കോ മറ്റു താല്പര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ സ്വയമായ ചില രീതികളിലേക്കോ ആ രാജ്യങ്ങളൊക്കെ അതൊക്കെ ദുഹാന്റെ തുടർച്ചയുള്ള ദുഹാനികൾ മാത്രമായിരിക്കാം. അങ്ങനെ തന്നെയാണ് നമ്മൾ വസ്തുതകളെ മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ കാര്യങ്ങളിൽ സംഭവിച്ചതിനെല്ലാം ഒരു മറുന്യായം ആർക്കും പറയാമെങ്കിലും ഇതെല്ലാം തെറ്റായിരുന്നു കൃത്യമായി ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ മുസ്ലിം സംഘടനയായാലും മുസ്ലിം നേതാക്കളായാലും രാഷ്ട്രങ്ങളായാലും ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ ബോധ്യപ്പെടുത്തി നമ്മൾ വളരെ കൃത്യമായ ഡയറക്ഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേടും, നമ്മൾ ജയിക്കും, നമ്മുടേതാണ് ഭാവി എന്നാണ് ഇപ്പോൾ ഈ മുസ്ലിം സംഘടനകളും രാഷ്ട്രങ്ങളും മുസ്ലിം നേതാക്കന്മാരുമെല്ലാം ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചും ഫലിപ്പിച്ചും കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് വലിയ ഭാവിയിലേക്ക് നമ്മൾ പോവാണ്, നമ്മൾ വളരെ കൃത്യമായ ഡയറക്ഷനിലാണ്, നമ്മൾ വലിയ നേട്ടം നേടാൻ പോവുകയാണ് എന്നാണ് ഈ ഇന്നത്തെ മുസ്ലിം സംഘടനകൾ, അത് പ്രാദേശിക സംഘടന ആയാലും സംസ്ഥാനത്തിനുള്ളിലായാലും പുറത്തായാലും രാജ്യമായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും എല്ലാവരും അവരവരുടെ ജനങ്ങളെ പറഞ്ഞ് ഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ വളരെ ശരിയായ ഡയറക്ഷനിലാണെന്നാണ്. ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ഇനി ഒരു 40 50 കൊല്ലം എടുക്കും. അന്നത്തെ ജനങ്ങളിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ ഇരുന്ന് പറയും അത് തെറ്റായിരുന്നു, അന്നത് കൃത്യമായ വായനയുമായിരിക്കും. ഇതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. ഇത് ദുഹാന്റെ ഒരു സമയമാണ്. ഇത് കൃത്യമായി സത്യത്തിൽ നേതാക്കൾ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. അതായത് ഇത് ദുഹാനാണെന്ന്, ഇതൊരു ദുഹാന്റെ പീരിയഡ് ആണെന്ന് നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ചതിയുടെ അടിസ്ഥാന സോഴ്സ്. ഇത് ഒരു ചതിയുടെ പീരിയഡ് ആണ്. ഇത് ഏജ് ഓഫ് കൺഫ്യൂഷൻ എന്ന് പറയാം. ഈ സമയത്ത് നമുക്ക് പറയാവുന്ന ഒരു പേര് ഏജ് ഓഫ് കൺഫ്യൂഷൻ എന്നാണ്. ഇതൊരു കൺഫ്യൂഷനാണ്. അത് കഴിഞ്ഞ അടുത്ത കാലത്ത് വരെ
നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ തെറ്റായിരുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് ഇപ്പൊ മനസ്സിലാവും. പറഞ്ഞില്ലെങ്കിലും പറയാൻ മാറുന്ന പാകത്തിലേക്ക് ജനങ്ങൾ ഇപ്പൊ എത്തിയിട്ടില്ല, അതുകൊണ്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ശരിയായ ഡയറക്ഷനിലാണെന്ന് നമ്മുടെ നേതാക്കൾ നമ്മളോട് പറയുമ്പോൾ അത് ശരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ അത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇനി ഒരു 40 കൊല്ലം ഭൂമി നിലനിൽക്കുമെങ്കിൽ അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ട്? ഇതിലെന്താ കാരണം? ഇത് ഏജ് ഓഫ് കൺഫ്യൂഷൻ ആണ്. ഇതൊരു വഖത്ത് ദുഹാനാണ്. ഇതൊരു ദുഹാന്റെ പീരിയഡാണ്. ഇതൊരു കൺഫ്യൂഷന്റെ പീരിയഡാണ്. ഇപ്പോൾ എന്ത് ചെയ്താലും അത് നഷ്ടത്തിലെ കലാശിക്കും. എന്തുകൊണ്ട്? ചെയ്യേണ്ടവർ നമ്മളല്ല. നമ്മൾ പഴയകാല നന്മയിൽ ജനങ്ങളെ വളരെ അടിസ്ഥാനപരമായ സത്യത്തിൽ പരിമിതമായ സൗകര്യത്തിൽ ഇട്ട് ഒതുക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. എന്തിലേക്ക് എടുത്തിയാടിയാലും പരാജയപ്പെടും. എന്തുകൊണ്ട്? ഇത് ഏജ് ഓഫ് കൺഫ്യൂഷൻ ആണ്. അപ്പൊ ഇതുവരെ 900-ന് ശേഷം ഇതുവരെ മുസ്ലിം ലോകം, അതൊരു സംഘടനയായാലും ഒരു സംഘമായാലും ഒരു രാഷ്ട്രമായാലും എടുത്ത തീരുമാനങ്ങളിൽ ഏകദേശ തീരുമാനങ്ങളെല്ലാം, അതായത് സമൂഹത്തെ പൊതുവായി ബാധിക്കുന്ന, അവരുടെ സമൂഹത്തെ ബാധിക്കുന്ന പല വിഷയങ്ങളും തെറ്റായിരുന്നു എന്ന് പിന്നീട് ലോക രാഷ്ട്രങ്ങളിൽ നിന്ന് വ്യക്തമായി നമുക്ക് വെളിച്ചം വീശാവുന്ന ചില ഉദാഹരണങ്ങളാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത്. എന്തുകൊണ്ട്? ഇത് ദുഹാന്റെ കാലമാണ്. ഇതിനൊരാൾക്ക് രക്ഷപ്പെടാനേ കഴിയില്ല. അപ്പൊ ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് കഴിഞ്ഞൊരു പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. നേരത്തെ ഇറാനെ കുറിച്ച് പറഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല എന്നത് ചെയ്യലാണ് ആത്മീയ ചോദനയുള്ള സംഘങ്ങൾ ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത്. ഒന്നും ചെയ്യാനില്ല എന്നത് ചെയ്യുക. പുതിയതായി ഒന്നും ചെയ്യാനില്ല, പുതിയതായ തീരുമാനമെടുക്കാനില്ല, പഴയ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ആ പഴയകാല എന്ന ഒരു മുദ്രാവാക്യമുണ്ട്, ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലത്ത്. പഴയ കാലത്തെ നന്മ, ആ പുതിയതിന്റെ ഉപകാരപ്രദമായ രൂപത്തിൽ അതങ്ങനെ പ്രയോഗിക്കുക. അതായത് പഴയ നന്മ ഒരു അണുവളവ് വ്യതിചലിക്കാതെ നിലനിർത്തുക. അതിനപ്പുറത്തേക്കൊരു പുതിയതിലേക്ക് പോകരുത്. എന്തിലേക്ക് പോലും പരാജയപ്പെടും. എന്തുകൊണ്ട്? ഇത് ഏജ് ഓഫ് കൺഫ്യൂഷൻ ആണ്. ഇപ്പോൾ നമ്മൾ ചെയ്തത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇനി ഒരു 30 കൊല്ലം കഴിഞ്ഞാൽ കഴിയും. അപ്പോഴത്തേന് ഈ നേതാക്കളും ഈ രീതികളൊക്കെ മണിഞ്ഞടിഞ്ഞു പോയിട്ടുണ്ടാവും. അതിന്റെ ദുരന്ത ഫലം ആ ജനത അനുഭവിക്കും. എന്തുകൊണ്ട്? ഇത് ദുഹാനാണ്. ദുഹാനിൽ ഒന്നും ചെയ്യാനില്ല എന്നതാണ് ചെയ്യാനുള്ളത് കാര്യം. പിന്നീട് എന്താ ഉണ്ടായത്, നിലവിൽ എന്താ സാഹചര്യം, ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഈ ദുഹാനുമായി ബന്ധപ്പെട്ട അതിന്റെ സീരീസിൽ അടുത്ത ഒരു പ്രഭാഷണത്തിൽ ഇതിന്റെ മറ്റൊരു ഭാഗം ഞാൻ കാര്യങ്ങളെ യാഥാർത്ഥ്യ ബോധ്യത്തോടുകൂടി മനസ്സിലാക്കുന്ന ഒരു സത്യവിശ്വാസിയായി, ഒരു പ്രേരിതനായി, ഒരു സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പക്ഷത്ത് നിൽക്കുന്നവനായി ചിന്തിക്കാൻ പടച്ചതമ്പുരാൻ നമുക്കൊക്കെ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.